ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്ക് ഷോയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പപ്പായയുടെ ഒരു നല്ലൊരു സ്നാക്സ്, ഒരു 4 മണി പലഹാരം, കുട്ടികൾക്കൊക്കെ വളരെ പോഷകാംശമുള്ളൊരു സാധനമാണ്. പപ്പായ കൊണ്ടൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് പച്ച പപ്പായ തന്നെ, പപ്പായ ഇത്തിരി ചനച്ചിട്ടുണ്ട്, എന്നാലും അത് വെച്ച് നമുക്കൊരു അപ്പം ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയാനായിട്ട് പപ്പായ ഗ്രേറ്റഡ് പപ്പായ, പിന്നെ അതിനകത്ത് മൈദയുണ്ട്, സ്വല്പം അരിപ്പൊടിയുണ്ട്, തേങ്ങയുണ്ട്, ബാക്കി ഐറ്റംസ് നമുക്ക് ഓരോന്ന് വഴിയെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന വിഭവങ്ങൾ: പപ്പായ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ മല്ലിയില, വേപ്പില, നെയ്യ്, പച്ചമുളക്, ഉപ്പ്, സവാള, മൈദ, അരിപ്പൊടി, എള്ള്, ചെറിയ ജീരകം, തേങ്ങ. അപ്പോൾ നമുക്ക് പപ്പായ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അരിഞ്ഞ വരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിതിനകത്ത് ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ. ഇതൊരു അപ്പമാണ്, അതിനധികം എരിവ് വേണ്ട. അപ്പോൾ സ്വല്പം എരിവ് മതി. അപ്പോൾ അതിന് ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ. അതും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പപ്പായ ഗ്രേറ്റ് ചെയ്ത് അതൊരു ബൗളിലോട്ട് ഇടാം. ഇത് പപ്പായ ഗ്രേറ്റ് ചെയ്താണ്. അതിൻ്റെ കൂടെ പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്, ചെറിയ എരിവിന്. ഒരു 2 സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്, അരമുറി വേണ്ട, അതിൽ താഴെ കോക്കനട്ട്. ഒരു 3 സ്പൂണ് മൈദ, 1 2 3 സ്പൂണ് മൈദ. 1 സ്പൂണ് അരിപ്പൊടി, പുട്ടിനുള്ള പൊടിയില്ലേ, അതൊരു സ്പൂണ്. കറുത്ത എള്ള്, അത് 1.5 സ്പൂണ്. 1/2 സ്പൂണ് ചെറിയ ജീരകം. ഇപ്പോൾ ഒരു സവാള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ചേർക്കാം. നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാളയാണ്, അത് ചേർക്കാം. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് മല്ലിയിലയും വേപ്പിലയാണ്. വേപ്പില മല്ലിയില അരിഞ്ഞതാണിത്, അതും ഇതിനകത്ത് ചേർക്കാം. അടുത്തത് നമുക്ക് ചേർക്കാനുള്ള ഉപ്പാണ്. കൂടിപ്പോരുത്, ആവശ്യത്തിന് ഉപ്പ്. 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത്: ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട്, ജീരകമുണ്ട്, കറുത്ത എള്ളുണ്ട്, അരിപ്പൊടിയുണ്ട്, മൈദയുണ്ട്, പീരയുണ്ട്, തേങ്ങാപ്പീര. ചിലപ്പോൾ അപ്പം ഉണ്ടാക്കണമെങ്കിൽ കലക്കണമെന്ന് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് അടപ്പ് കത്തിക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ ചുട്ടെടുക്കാം. അതിന് കുറച്ച് നെയ്യ് ആദ്യം പാനിൽ പുരട്ടാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ഓരോ തുള്ളി. ഇതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യൊക്കെ തടയി കൊടുക്കണം. ഇടക്ക് ചെറുതായിട്ട് തടയി കൊടുക്കുക. ഇപ്പോൾ 2 പ്രാവശ്യം മറിച്ചിട്ട് ഇത്തിരി നെയ്യൊക്കെ പുരട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. പച്ച പപ്പായ കൊണ്ടുള്ള സൂപ്പർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതായത് പപ്പായ കൊടുത്ത കുട്ടികൾ കഴിക്കില്ല, പ്രത്യേകിച്ച് പച്ച പപ്പായ കൊടുത്ത പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത്തിരി നെയ്യൊക്കെ ഇട്ട്, ഞാൻ ഇത്തിരി നെയ്യ് അധികം ഇട്ടിട്ടില്ല, ഇത്തിരി നെയ്യൊക്കെ പറ്റി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾ ഭംഗിയായിട്ട് കഴിക്കും.
ഇത് പപ്പായ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത്. ഇത് നല്ല രുചിയാണ്. പപ്പായയും സവാളയും ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ അതൊരു മുട്ട ആഡ് ചെയ്യാട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് ചെയ്തിട്ട് ഇത് പ്യൂർ വെജാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പപ്പായുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.